നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൃഷിവകുപ്പ് ഇറക്കിയ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവിനെതിരെ KAU എംപ്ലോയീസ് അസോസിയേഷൻ കൂട്ടധർണ സംഘടിപ്പിച്ചു. KSTയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരെ നിയമിക്കുവാൻ പാടില്ലെന്ന ഉത്തരവിനെതിരെ ബസ് സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യുമെന്ന് അസോസിയേഷൻ. വികസിത കേരളം യാഥാർത്ഥ്യമാക്കുവാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. വിശദമായ വാർത്തകളിലേക്ക്. തസ്തിക നിർത്തലാക്കുവാൻ നിർദ്ദേശം, കൂട്ടധർണ പ്രതിഷേധം. കേരള കാർഷിക സർവകലാശാലയുടെ സ്വയം ഭരണാവകാശം കവർന്നെടുത്തുകൊണ്ട് കൃഷിവകുപ്പ് ഇറക്കിയ തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ KAU എംപ്ലോയീസ് അസോസിയേഷൻ കൂട്ടധർണ സംഘടിപ്പിച്ചു. കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധം DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വകുപ്പുകളിൽ ഈ ഓഫീസ് നടപ്പിലാക്കിയപ്പോൾ ഒറ്റ തസ്തിക പോലും കുറച്ചിട്ടില്ലെന്നിരിക്കെ സർവകലാശാലയിൽ ഈ ഓഫീസ് നടപ്പിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരുടെ തസ്തിക വെട്ടിക്കുറയ്ക്കുന്നത് അഭ്യസ്തവിദ്യരായ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഈ ഉത്തരവ് തിരുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ യുവജന പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം അറിയിച്ചു. തസ്തിക വെട്ടിക്കുറയ്ക്കൽ LDF സർക്കാർ നയമല്ലെന്നിരിക്കെ കൃഷിവകുപ്പ് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുവാൻ കൃഷിമന്ത്രി തയ്യാറാകണമെന്നും ശരത് പ്രസാദ് ആവശ്യപ്പെട്ടു. കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടന്ന കൂട്ടധർണയ്ക്ക് KR പ്രതീഷ് സ്വാഗതം പറഞ്ഞു. NR സാജൻ അധ്യക്ഷത വഹിച്ചു. CV ഡെന്നി, ഡോക്ടർ A പ്രേമൻ, N കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മധ്യമേഖലാ സെക്രട്ടറി PK നൌഷാദ് നന്ദി പറഞ്ഞു. KAU സരിത, PS രാജേഷ്, P വാസുദേവൻ, KA നൌഷാദ്, C സുജാത തുടങ്ങിയവർ നേതൃത്വം നൽകി. BJPക്ക് നിയമിക്കാൻ കഴിയാവുന്ന, അവരുടെ കേന്ദ്രാധികാരം ഉപയോഗപ്പെടുത്തി BJPക്ക് നിയമിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളിലും രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായിരുന്നു തൊട്ടപ്പുറത്തെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേന്ദ്രമായിട്ട് നിയമിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ഇവര് തുടക്കം കുറിച്ചത്. അപ്പൊ ഇത്തരത്തിൽ കടന്നു വരുന്ന ജനാധിപത്യത്തെ വിലകൽപ്പിക്കാതെ കടന്നു വരുന്ന വൈസ് ചാൻസലർമാരും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥ മേധാവികളാണ് അവര് സ്വീകരിക്കുന്ന ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിൽ ഇപ്പൊ സർവകലാശാലകളുടെ നിലവിലുള്ള തസ്തികകൾ വെട്ടിക്കുറച്ചുകൊണ്ട് പുതുതായി യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന അവസരം നിഷേധിച്ചുകൊണ്ട് നിലവിലുള്ള ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമീപനം ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വൈസ് ചാൻസലർമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. ഇവിടുത്തെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ B അശോക്, അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പഴയ, അതായത് ഈ കർഷക അദ്ദേഹത്തിന്റെ ഒരു സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയൊക്കെ ഏതെല്ലാം സ്ഥാപനങ്ങളുടെ മേലധികാരിയായിരുന്നിട്ടുണ്ടോ ആ സ്ഥാപനങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി സമീപകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു 2007 അദ്ദേഹം ഈ വെറ്റിനറി സർവകലാശാലയുടെ അധ്യാപക സംഘടനയായ KSTAയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിച്ചു. പുത്തൂർ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. 10ാം ക്ലാസ് പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് കാത്തിരിക്കുന്ന +1, +2 വിദ്യാർത്ഥികൾക്കുമായാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലേക്ക് എങ്ങനെ അപേക്ഷകൾ നൽകണമെന്നും 12ാം ക്ലാസ് കഴിഞ്ഞ് ചേരാവുന്ന കോഴ്സുകൾ, പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെയെന്നും എങ്ങനെ അപേക്ഷ നൽകാമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. സംഘടന ജില്ലാ പ്രസിഡന്റ് K പ്രമോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നീഷ്യസ്, രമേശ് NK, നിഷ T, ടിനോ മൈക്കിൾ, ലിജോ ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. സുഭാഷ് PV വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു.
നിങ്ങളോടൊക്കെ വിദ്യാഭ്യാസ സമയത്ത് വിശേഷിച്ചും 10ാം ക്ലാസ് പരീക്ഷ അടുക്കുന്നതിന് തൊട്ട് മുൻപായി ടീച്ചർമാർ ചോദിച്ചിട്ടില്ലേ ആരാകാനാണ് എന്ന് നിങ്ങളുടെ താല്പര്യമെന്ന്? അങ്ങനെ ചോദിച്ചിട്ടില്ലേ മക്കള്? പെൺകുട്ടികൾ കൂടുതൽ പേരും പറയും അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപകമാരെ സുഖിപ്പിക്കാൻ വേണ്ടി എനിക്ക് ടീച്ചറാകാനാണ് താല്പര്യം, അല്ലെങ്കിൽ നഴ്സാകാനാണ് താല്പര്യം. ആൺകുട്ടികളാണെങ്കിൽ ഡോക്ടറാകാനാണ്, എഞ്ചിനീയർ ആകാനാണ്, മറ്റു പലരുമാകാനാണ് താല്പര്യം എന്നൊക്കെ പറയും. പക്ഷേ ചോദിക്കുന്ന അധ്യാപകർ നല്ല മനുഷ്യനാകാൻ താല്പര്യമുള്ള എത്ര പേര് ഉണ്ട് എന്ന് ചോദിക്കാറില്ല. നല്ലൊരു കർഷകനാകാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട് എന്ന് അധ്യാപകർ ചോദിക്കുക വളരെ വളരെ അപൂർവം. കർഷകനാകുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് എന്നതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. വിദ്യാർത്ഥികളുടെ ആണെങ്കിലും ശരി, രക്ഷിതാക്കളുടേതാണെങ്കിലും ശരി, അധ്യാപകരുടെ എന്ന് ഞാൻ അങ്ങനെ പൂർണ്ണമായി അടച്ചു പറയുന്നില്ല. ബഹുഭൂരിപക്ഷത്തിന്റെയും കാഴ്ചപ്പാട് അങ്ങനെ. നമുക്ക് ഉണ്ണുന്നതിനും ഉടുക്കുന്നതിനും ആവശ്യമായത് ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രാധാന്യമാണ്. അധ്യാപകരെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ്, ഡോക്ടറെക്കാൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരെന്ന് നാം വിശേഷിപ്പിക്കുന്ന മറ്റിതര വിഭാഗത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല വസ്തുക്കൾ ഉണ്ടെങ്കിലേ നല്ല മനുഷ്യരായി നമുക്ക് ആരോഗ്യത്തോടു കൂടി വളർന്നു വരാൻ കഴിയൂ. അത് കുട്ടികൾക്കാണെങ്കിലും ശരി, മുതിർന്നവർക്കാണെങ്കിലും ശരി, അങ്ങനെ വളർന്നു വരാൻ കഴിയൂ. അതുകൊണ്ട് അതിനെ ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിനേക്കാൾ കൂടുതലായി ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ അതിപ്രസരത്തെ കുറിച്ച്, അത് വിശേഷിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിന്റെ കടന്നുവരവിനെ കുറിച്ച്, അവിടെയും വിദ്യാർത്ഥികളിൽ ഈ മായിക വലയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിപത്തുകളെ കുറിച്ചാണ് സമൂഹത്തിലെ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെയും കാരണം ഇത്. സ്വകാര്യ ബസ്സുകളിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരെ നിയമിക്കുവാൻ പാടില്ലെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം ബസ് സർവീസ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RTO ഓഫീസ് സമയം 10 മണി മുതൽ 1 മണി വരെയാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കിയത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണെന്നും പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ച് ഏജന്റുമാർ മുഖേന പണം പിരിക്കുന്നതിനാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജോൺസൺ പടമാടൻ, മുജീബ് റഹ്മാൻ, KB സുരേഷ് കുമാർ, NN കൃഷ്ണകിഷോർ, PJ റീജി തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം കേരളത്തിന്റെ ജനങ്ങളുടെ അവകാശമാണ്. അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും മാത്രമാണ്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കുവാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഗഡ്കരി കൊടുത്ത റോഡിൽ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് റിയാസ്. ആ പോസ്റ്റിനൊപ്പം കേന്ദ്രം നൽകിയ പണം കൂടി വ്യക്തമാക്കാൻ തയ്യാറാകണം. കേന്ദ്ര പദ്ധതികൾ ചുരുക്കെഴുത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പണം ഉപയോഗിച്ച് 700 കോടിയിലധികം രൂപയാണ്. കേന്ദ്ര സർക്കാർ കൈമാറിയത് നഗരവികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ ചിലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളായി അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ. പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ്, വിപിൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി എത്രയും വേഗം നമ്മുടെ വയസ്സായ ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകണം, നടപടികളും ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വികസന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യുവാക്കൾ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് അനുഭവിക്കുകയും അവർ ഇവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്കും പോവുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട പുതുക്കാടിലെ ഒരു സഹോദരൻ്റെ മരണം, ഒരു സുരക്ഷിതമല്ലാത്ത രാജ്യത്ത് പോയി പട്ടാളത്തിൽ ചേർന്നു എന്നാണ് ആ വീട്ടുകാർക്ക് കിട്ടിയിട്ടുള്ള അവസാനം കിട്ടിയ വിവരമെന്നുള്ളതും മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ ഭൗതിക ശരീരം വരുന്ന സമയത്ത് ദൃക്സാക്ഷികളായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കുകയാണ്. കാരണം സുരക്ഷിതത്വമില്ലാത്ത ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിൽ നിന്ന് പോവുകയാണ്.
നൈപുണ്യ പദ്ധതി അത് വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിൽ പോലും ലാഗിംഗ് ആണ്, വിട്ടുവീഴ്ചയാണ് നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഈ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റുകളെ നോക്കേണ്ട, അത് അതത് വകുപ്പ് മന്ത്രിമാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വകുപ്പ് മന്ത്രിമാരെ വിളിച്ചിരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾ കോടാനുകോടി വാങ്ങിയെടുക്കുന്നത് പോലെ അത് വാങ്ങിയെടുക്കാനും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനും അതിനകത്ത് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വേണ്ടി ഈ നൈപുണ്യ വികസന പദ്ധതിയെ എത്തിക്കാനും കേരള ഗവൺമെന്റ് പരിശ്രമിക്കേണ്ടതാണ്. പക്ഷേ അത് വലിയ വിട്ടുവീഴ്ചയാണ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 63.3% ITI ഡിപ്ലോമയുള്ള ആളുകളുണ്ട്. ആ ആളുകളെ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർ ഏറെയുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത് ഇവർ മാത്രമല്ല, മെഡിക്കൽ ബിരുദധാരികൾ പോലും നമ്മുടെ നാട്ടിൽ നിൽക്കാതെ അറിവും പ്രാപ്തിയും കഴിവുമുള്ള ആളുകൾ ഓരോ വർഷവും നമ്മുടെ കേരളത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണ്. കേരളം ഒരുപക്ഷെ വരാൻ പോകുന്ന നാളുകളിൽ ഈ സ്ഥിതിയാണ് തുടരുന്നതെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നുണ്ട്, വലിയ രീതിയിലുള്ള മാമാങ്കങ്ങൾ നടക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആളുകൾ പരിപാടികളിൽ, കേരള ഗവൺമെന്റിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. തത്വത്തിൽ ഒരു ജില്ലയിലും വലിയ വികസന പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തറക്കല്ലിടലോ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ അതിനുശേഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കലോ ഒന്നും കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. വിധി പ്രകാരം നിക്ഷേപ സംഖ്യയും നഷ്ടവും നൽകിയില്ല. സബ്സ്ക്രൈബേഴ്സ് ചിറ്റീസ് മാനേജിംഗ് ഡയറക്ടർക്ക് വാറണ്ട്. വിധി പ്രകാരം നിക്ഷേപ സംഖ്യയും നഷ്ടവും നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. തൃശൂർ അയ്യന്തോൾ സ്വദേശിനി കുണ്ടോളി വീട്ടിൽ നിദീന KS ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ പൂത്തോളിലുള്ള സബ്സ്ക്രൈബേഴ്സ് ചിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ പ്രകാരം വാറണ്ട് അയക്കുവാൻ ഉത്തരവിട്ടത്. നിദീന ഫയൽ ചെയ്ത ഹർജിയിൽ കുറിപ്രകാരം നിക്ഷേപിച്ച 60,000 രൂപയും നഷ്ടപരിഹാരമായി 25,000 രൂപയും ചെലവിലേക്ക് 5,000 രൂപയും 9% പലിശയും 45 ദിവസത്തിനുള്ളിൽ നൽകുവാൻ വിധിയുണ്ടായിരുന്നു. എന്നാൽ വിധി എതിർകക്ഷി പാലിക്കുകയുണ്ടായില്ല. തുടർന്ന് വിധി പാലിക്കാതിരുന്നതിന് എതിർകക്ഷിയെ ശിക്ഷിക്കുവാൻ ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. വിധി പാലിക്കാതിരുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കുവാൻ ഉപഭോക്തൃ കോടതിക്ക് അധികാരമുള്ളതാകുന്നു. ഹർജി പരിഗണിച്ച പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ തുടങ്ങിയവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി എതിർകക്ഷിക്കെതിരെ പോലീസ് മുഖേന വാറണ്ട് അയക്കുവാൻ കൽപ്പിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. നടത്തറ പഞ്ചായത്ത് കുടുംബശ്രീ CDSലെ അന്നപൂർണ ക്ലസ്റ്ററിന്റെ ആദ്യ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് സംരംഭമായ അന്നപൂർണ പാൽ പ്രൊഡ്യൂസർ പ്രവർത്തനം ആരംഭിച്ചു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ശാലിനി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ ക്ഷീര കർഷകരിൽ നിന്നും പാൽ ശേഖരിച്ച് വിൽപ്പനയാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം. കർഷകർക്ക് മികച്ച വരുമാനവും ജനങ്ങൾക്ക് ശുദ്ധമായ പാൽ ലഭ്യതയും ഉറപ്പുവരുത്തുകയാണ് ഉദ്ദേശലക്ഷ്യം. പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ലക്ഷ്യം വെക്കുന്നുണ്ട്. നടത്തറ കുടുംബശ്രീ ഉപജീവന മെമ്പർ വത്സല വേണു, അനു, ആൻസി, വാർഡ് മെമ്പർ അശോകൻ, പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അംഗങ്ങളായ ശ്രീജ, നീതു, മാധവി, ലത, പ്രസീന തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 10+2 CBSE ICSE പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മെയ് 19 സൈലം എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ കാർത്തികേയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 19 സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. അവാർഡ് ദിവസം കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ശ്രീകുമാർ പള്ളിയത്ത് നേതൃത്വം നൽകുന്ന കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ ശിവരാമകൃഷ്ണൻ, സുബേഷ് ശിവൻ തുടങ്ങിയവരും പങ്കെടുത്തു.
ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ജോലിക്കൊപ്പം ഫിറ്റ്നസും ഉറപ്പാക്കി ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷൻ 3ാം വാരത്തിലും ഹിറ്റ്. ജീവിതശൈലിയിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകി ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തി മികച്ച തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച പുതിയ ഉദ്യമമാണ് ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷൻ. മെയ് ആദ്യവാരത്തിൽ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പരിപാടിയുടെ ഔദ്യോഗിക ലോഞ്ചും പോസ്റ്റർ പ്രകാശനവും നടത്തി. എല്ലാ ചൊവ്വാഴ്ചയും ഓഫീസ് പ്രവർത്തന സമയത്തിനു ശേഷം അനക്സ് ഹാളിൽ നടക്കുന്ന ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നടത്തും. ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷന്റെ ഭാഗമായി ആദ്യ ദിനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ റിസർച്ച് പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് ട്രെയിനിംഗ് ക്ലാസും പ്രാഥമിക വ്യായാമ മുറകളുടെ പരിശീലനവും നടന്നു. ജീവനക്കാരുടെ ശാരീരിക മാനസിക ഉന്മേഷത്തിനായി ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള യോഗ ബ്രേക്ക് പ്രോട്ടോകോളിന്റെ ഭാഗമായി ഓഫീസ് സമയത്തിന്റെ ചെറിയ ഇടവേളകളിൽ ചെയ്യാനാകുന്ന യോഗ രീതികളും പരിചയപ്പെടുത്തി. 2ാം ദിനം ഫിറ്റ്നസ് കോച്ച് ആൻഡ് ട്രെയിനർ അതുൽ ജോയുടെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് ക്ലാസും ബേസിക് സ്ട്രെച്ചിംഗ് എക്സസൈസ് ട്രെയിനിങ്ങും സംഘടിപ്പിച്ചു. പദ്ധതിയുടെ 3ാം ദിവസം മെയ് 13-ന് ഇൻബോഡി അസസ്മെന്റ്, ട്രെയിനർ കൺസൾട്ടേഷൻ, ഫിറ്റ്നസ് അവബോധ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. കളക്ടറെ കൂടാതെ സബ് കളക്ടർ അഖിൽ വി മേനോൻ, ADMT മുരളി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി കളക്ടർമാരായ CS സ്മിത റാണി, MC ജ്യോതി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി, സീനിയർ സൂപ്രണ്ട് CP ശ്രീകല തുടങ്ങിയവർ വിവിധ ഘട്ടങ്ങളിലായി വ്യായാമ പരിശീലനത്തിലും ക്ലാസുകളിലും പങ്കെടുത്തു. തൃശൂർ ലിറ്റററി ഫോറം കവിതാ ചലച്ചിത്ര ശാഖയ്ക്ക് സംഭാവനകൾ നൽകിയ യൂസഫ് അലി കേച്ചേരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രഖ്യാപിച്ചു. യൂസഫ് അലി കേച്ചേരി പുരസ്കാരം കവി ഡോക്ടർ പ്രമീള ദേവിക്കും CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം ജോളി ചെറിയത്തിനും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠന നിരൂപണ, മാധ്യമ, സാഹിത്യ സംഭാവനകളെ മുൻനിർത്തി മോഹൻദാസ് പാറപ്പുറത്തിന് പുരസ്കാരം നൽകും. മെയ് 25-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. K ഉണ്ണികൃഷ്ണൻ, MD രാജേന്ദ്രൻ, K രഘുനാഥൻ, ഷാജു പുത്തൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂർക്കനിക്കര കൃഷിഭവന്റെ മുന്നിലേക്ക് മാർച്ചും ധരണയും നടത്തി. മൂർക്കനിക്കരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി തൃശൂർ DCC ജനറൽ സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് TV ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നടത്തറ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ, VA കൃഷ്ണൻ, ജെയ്സൺ പുളിയളക്കൽ, ES അനിരുദ്ധൻ, ജിത്ത് ചാക്കോ, മിനി വിനോദ്, ബിന്ദു കാട്ടുങ്കൽ, ഷേർലി മോഹൻ, ശോഭന വിദ്യാസാഗർ തുടങ്ങിയവർ സംസാരിച്ചു. അതൊന്നും കർഷകരിലേക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് അനുവദിച്ചിട്ടുള്ളത്. ആ മേഖലയിൽ ഒന്നും ചെയ്യാതെ അതെല്ലാം മറ്റു പല മേഖലകളിലേക്ക് വകമാറ്റിയിട്ടാണ് ഇന്ന് പിണറായി സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള വികാരമാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ ഒരുപാട് കാർഷിക മേഖലയിൽ ഒരുപാട് നഷ്ടം സംഭവിച്ച അവർക്കൊക്കെ ആശ്വാസം എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും നാമമാത്രമായ സഹായങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പലർക്കും സഹായം കിട്ടാത്ത ഒരുപാട് കർഷകരുണ്ട്. അതുപോലെ നമുക്ക് വന്യമൃഗങ്ങളുടെ ശല്യം മൂലം നിരവധി പേരാണ് ഈ സർക്കാരിന്റെ കാലത്ത് ആക്രമണത്തിന് വിധേയമായി കൊല ചെയ്യപ്പെട്ടത്. ഇവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകുന്നതിനോ മറ്റ് സഹായങ്ങൾ എത്തിക്കുന്നതിനോ ഉള്ള സർക്കാരിന്റെ ഒരു സംവിധാനവും ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെല്ലാം അലട്ടുന്നൊരു പ്രശ്നം. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം പരസ്യത്തിന് വേണ്ടി കോടികളാണ് ചെലവഴിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ CPM-കാർക്കോ BJP-കാർക്കോ സമയമില്ല. കോടികൾ ചെലവഴിച്ച് പിണറായി വിജയന്റെ പരസ്യ ബോർഡിന് മാത്രം കോടികളാണ് ഇന്ന് സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ആശാവർക്കർമാര് എത്രയോ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു ദിവസം 100 രൂപയെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയാണ്. അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ വേദന അകറ്റാൻ, അവർക്കൊരു ആശ്വാസവാക്ക് പോലും പറയാൻ പോലും ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർക്ക് പിണറായി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിൽ വളരെയധികം വേദനയുണ്ട്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ കോവിഡ് സമയകാലത്ത് നമ്മളെല്ലാം വീടുകളിൽ, നമ്മളെല്ലാം അയൽപ്പക്കങ്ങളിൽ ഓടി നടന്ന് കോവിഡ് സമയത്ത് ആശ്വാസവുമായി വന്ന ആശാ വർക്കർമാരാണ്. അവർക്ക് പോലും സഹായം ലഭിക്കാത്ത ഒരു സർക്കാരാണ് ഇന്ന് പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. രാജീവ് ജ്യോതി യാത്ര ചെയർമാൻ R ദുരൈ നയിക്കുന്ന 34ാമത് ജ്യോതി യാത്ര മെയ് 16-ന് വൈകിട്ട് 4:30-ന് മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സ്വീകരണം നൽകുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അറിയിച്ചു. ടീം കോഓപ്പറേറ്റീവ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ യത്നം സഹകരണ റിയാലിറ്റി ഷോ മെയ് 21-ന് റീജിയണൽ തിയേറ്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VR രവീന്ദ്രനാഥ്, PB പിള്ള, ഡോക്ടർ P അഹമ്മദ്, MK ദിനേശ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ മധു ചേബേരി, CK ആതിര, BR ജിഷ, ആകാശ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9445225992. വധശ്രമ കേസിൽ 2 യുവാക്കൾ റിമാൻഡിലേക്ക്. വലപ്പാട് പാട്ടുകുളങ്ങര സ്വദേശി കുന്നത്ത് വീട്ടിൽ ശശികുമാർ എന്നയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ഇയാളുടെ ചേട്ടൻ മുരളീധരന്റെ ഭാര്യ രാധ, ഷൺമുഖൻ എന്നിവരെ മെയ് 14-ാം തീയതി രാത്രി 8:30-ന് പാട്ടുകുളങ്ങരയിലുള്ള മുരളീധരന്റെ വീടിന്റെ മുൻവശത്തുള്ള റോഡിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലേക്ക് പാട്ടുകുളങ്ങര കോളനി സ്വദേശി കുറുപ്പം വീട്ടിൽ നവീൻ കൃഷ്ണൻ, ഇരിഞ്ഞാലക്കുട പൊരുത്തിശ്ശേരി സ്വദേശി വടശ്ശേരി വീട്ടിൽ ശിവപ്രഭു എന്നിവരെയാണ് വലപ്പാട് പോലീസ് മെയ് 15-ാം തീയതി അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ഇവരെ കോടതിയിൽ ഹാജരാക്കും. 1 മാസം മുമ്പ് നവനീത് കൃഷ്ണ പാട്ടുകുളങ്ങര കോളനിക്ക് പുറത്തുള്ള കൂട്ടുകാരോടൊപ്പം
കോളനിയിലെ മുരളീധരന്റെ വീടിന് സമീപത്തുള്ള കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നത് മുരളീധരൻ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്താലാണ് പ്രതികൾ ഇവരെ ആക്രമിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, വിനോദ് കുമാർ, ASI ഭരതനുണ്ണി, CPO പ്രവീൺ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രൈവറ്റ് ബസിന്റെ ചില്ല് ഇഷ്ടിക എറിഞ്ഞ് തകർത്തതിൽ യാത്രക്കാർക്ക് മരണം വരെ സംഭവിക്കാമായിരുന്ന കേസിലെ പ്രതി റിമാൻഡിലേക്ക്. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന പൂവത്തിങ്കൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായ തൃപ്രയാർ സ്വദേശി ഏങ്ങൂർ വീട്ടിൽ ബൈജു എന്നയാളെ ടിക്കറ്റ് എടുക്കുവാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ മെയ് 15-ാം തീയതി രാവിലെ 7:15 ബസ്സിൽ വെച്ച് അസഭ്യം പറയുകയും ബസ്സിൽ നിന്നിറങ്ങി ഗണേശമംഗലം ബസ് സ്റ്റോപ്പിനടുത്ത് ബസിന്റെ ചില്ല് ഇഷ്ടിക കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയും ചില്ല് ചിതറിത്തെറിച്ചും ഇഷ്ടിക കൊണ്ടും ബസ്സിലെ യാത്രക്കാർക്ക് മരണം വരെ സംഭവിക്കാമായിരുന്ന സംഭവത്തിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലേക്ക് തളിക്കുളം വില്ലേജ് കളാംപറമ്പ് സ്വദേശി പുതിയ വീട്ടിൽ സിദ്ദിഖ് എന്നയാളെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കും. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാഫി യൂസഫ്, ASI രഘുനാഥൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, സുരേഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത്, ദീപക് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചുവന്നമണ്ണ ഇടവക അംഗവും സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് പ്രസിഡന്റുമായ പുത്തൂർ ഐനിക്കൽ ആന്റണി നിര്യാതനായി. 60 വയസ്സായിരുന്നു. മൃതസംസ്കാര കർമ്മം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചുവന്നമണ്ണ നിർമ്മലഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കൃഷിവകുപ്പ് ഇറക്കിയ തസ്തികകൾ വെട്ടിക്കുറച്ച ഉത്തരവിനെതിരെ KAU എംപ്ലോയീസ് അസോസിയേഷൻ കൂട്ടധർണ സംഘടിപ്പിച്ചു. KSTയുടെ ആഭിമുഖ്യത്തിൽ പുത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ഗൈഡൻസ് സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളിൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരെ നിയമിക്കുവാൻ പാടില്ലെന്ന ഉത്തരവിനെതിരെ ബസ് സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യുമെന്ന് അസോസിയേഷൻ. വികസിത കേരളം യാഥാർത്ഥ്യമാക്കുവാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.